ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലാസ്റ്റ് സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പം കുറേ ദിവസം കഴിഞ്ഞ് ബ്ലാസ്റ്റ് സിനിമ റിലീസായിട്ട്, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇപ്പോഴേ റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. റിവ്യൂ ചെയ്യുന്നത് തന്നെ കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ബ്ലാസ്റ്റ് തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം ജസ്റ്റ് മിസ്സായേനെ. ജസ്റ്റ് കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് പോയി കാണാം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാമെന്ന് വിചാരിച്ചു. എനിക്കിതൊരു അടിപൊളി സിനിമയായിട്ടാണ് തോന്നിയത്. ആൻഡ് ഓവറോൾ മേക്കിംഗ് ഈസ് ടു ഗുഡ്. കാര്യം നമുക്ക് ഒരു സെക്കൻഡ് പോലും ലാഗില്ല. മനസ്സിലായി, കണ്ടുകൊണ്ടിരിക്കും നമ്മൾ. ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ബോറടി അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഫുൾ സിനിമയിലായിരിക്കും, ഫുൾ ത്രില്ഡായിട്ട് എപ്പോഴും സിനിമ. അതാണ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് വേറെ എവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ എന്തെങ്കിലും ഒരു വേർഡ് മിസ്സായിപ്പോവും. ഇതൊരു തമിഴ് സിനിമയാണ് ആൻഡ് ഡയറക്റ്റഡ് ബൈ സുഭാഷ് കെ രാജ്. ഈ സിനിമയിലെ മെയിൻ ആക്ടേഴ്സ് എന്ന് പറയുന്നത് അർജുൻ, അഭിരാമി ആൻഡ് പ്രീതി. വില്ലനായിട്ട് വരുന്നത് മെയിനായിട്ട് നമ്മുടെ അർജുൻ ചിദംബരമാണ്. ഇതൊരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഒരു കഥയാണ്. അർജുൻ എന്ന് പറയുന്നത് ഒരു കരാട്ടെ മാസ്റ്റർ ഓർ കരാട്ടെ ടീച്ചറാണ്. ആൻഡ് അഭിരാമി വന്നിട്ട് ഒരു ഹൗസ് വൈഫാണ്. ആൻഡ് ഇവർ രണ്ടുപേരുടെ മകളാണ് നില. പ്രീതിയുടെ ക്യാരക്ടർ നെയിമാണ് നില. പീസ്ഫുൾ മിഡിൽ ക്ലാസ് ഫാമിലി തുടങ്ങിയിട്ട് അവിടെ നിന്നൊരു കുട്ടികളുടെ ഫൈറ്റിങ് തുടങ്ങിയിട്ട് പിന്നീട് ഒരു ഇൻ്റർനാഷണൽ ക്രിമിനൽ ഗാങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു ഫൈറ്റ് വരെ എത്തിച്ച് കൊണ്ടുപോകാനുള്ള ആ ജേണി ഇവർ നല്ല സ്മൂത്തായിട്ട് നല്ല ക്ലീനായിട്ടാണ് ക്യൂറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒഴുക്കിന് നമുക്കൊരു ലാഗ് തോന്നിക്കേയില്ല. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനകത്തൊരു മിസ്ലീഡിങ്ങോ അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലായ്മയോ അങ്ങനെ ഒന്നും തോന്നിക്കില്ല. സൂപ്പറായിട്ടാണ് അവർ ആ ജേണി കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ആൻഡ് ഈ സിനിമയിൽ എടുത്ത് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്ന ആ ടീം അവർ നന്നായിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം കറക്റ്റായിട്ടുള്ള ആക്ടേഴ്സിന് കറക്റ്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് അവർ നൽകിയിട്ടുണ്ട്. ദാറ്റ് വാസ് എൻ അമേസിങ് ജോബ് ദേ വർ ഡൺ. എന്നെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചത് നിലയുടെ ക്യാരക്ടറായിരുന്നു. ആൻഡ് അത് ചെയ്തിരിക്കുന്നത് പ്രീതിയാണ്. പ്രീതി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടറും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു എക്സ്ട്രീംലി വേറെ, ബാക്കി ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ നില. ആൻഡ് ഓൾസോ ബാക്കിയുള്ള സിനിമയിലൊക്കെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് അല്ലെങ്കിൽ മെൻ്റലി സ്ട്രെങ്ത് മാത്രമേ കാണിച്ചിട്ടുള്ളെങ്കിലും ഇതിൽ പ്രീതിയുടെ ഫൈറ്റ്സ് അത് സൂപ്പറായിട്ട് തന്നെ പ്രീതി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, കിടിലനാക്കിയിട്ടുണ്ട്. ഈ സിനിമയിൽ നമുക്ക് ഫൈറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഫൈറ്റാണ്. ഇതിൽ ഫൈറ്റ് എന്ന് പറയുമ്പോൾ അടി ഇങ്ങോട്ട് കിട്ടണമെങ്കിലും അങ്ങോട്ട് കൊടുക്കണമെങ്കിലും പവറിലാണ് ഇട്ടിരിക്കണം എന്ന് വെച്ചാൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കിട്ടിയാൽ അയ്യോ അങ്ങനെ തോന്നും. എന്ന് വെച്ചാൽ അവർ പോയി വീഴുന്നതാണെങ്കിലും എല്ലാം നാച്ചുറാലിറ്റി, എല്ലാം സൂത്തായിരുന്നത്. അത് കാണാൻ ഒരു രസം തന്നെയാണ്. സീനായി. ഹിയർ കംസ് അർജുൻ പിന്നെ പണ്ടേ പോലെയല്ലേ, ഈ ഫൈറ്റ്സൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ കിട്ടിക്കാച്ച് മീൻസ് അങ്ങോട്ട് നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അങ്ങേരെ അഭിനയിച്ച എല്ലാ സീൻസും സൂപ്പർ കിടിലായിട്ട് അയാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ആക്ഷൻ സീക്വൻസ് ഒക്കെ പൊളിയാണ്. സീനായിട്ട് കിടിലനാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒട്ടും ബോറടിക്കാതെയാണ് ഇവർ മേക്ക് ചെയ്തിട്ടുള്ളത്. അഭിരാമി നമ്മൾ കുറേ കാലമായിട്ട് അവരുടെ ഒരു ബോൾഡ് സ്ട്രോങ് ക്യാരക്ടർ കണ്ടിട്ടേ ഇല്ല. കുറച്ച് കാലമായി. അല്ലെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു വേർബലി എങ്കിലും നല്ല ബോൾഡ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടേഴ്സ് കിട്ടാറുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ കുറച്ച് ഇടയ്ക്കായിട്ട് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ല, കൂടുതലും ക്വയറ്റായിട്ട് അല്ലെങ്കിൽ കാമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അല്ലെങ്കിൽ സൈലൻറ്റ് മദറായിട്ടോ വൈഫായിട്ടോ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ. ഇത് വൈഫ് തന്നെയാണ്, പക്ഷേ ഒരു സ്ട്രോങ് ബോൾഡ് ഫൈറ്റിംഗ് വൈഫായിട്ടാണ് കാര്യം. പിന്നെ ഇതിനകത്ത് തന്നെ അഭിരാമിയുടെ 2 പേഴ്സ്പെക്റ്റീവിലുള്ള ആക്ടിങ് സ്കിൽസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന രവി ബസൂറാണ്. നമുക്കറിയാം മറ്റേ KGF 1, KGF 2 ആൻഡ് മാർക്കോ ഒക്കെ അവരാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡൺ ഗ്രേറ്റ് ജോബ്. നന്നായിട്ടാണ് ഈ സിനിമയ്ക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നത്. കാര്യം നന്നായിട്ട് മെർജ് ചെയ്ത് പോകുന്നുണ്ട്. സിനിമയുടെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അരുൺ രാധാകൃഷ്ണനാണ്. അദ്ദേഹം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. കാര്യം അതിൽ പല ക്യാമറ മൂവ്മെൻറ്റ്സും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പറഞ്ഞപ്പോഴാണ് എസ്പെഷ്യലി അഭിരാമിയുടെ ഒരു ഫൈറ്റ് സീനിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു സീനുണ്ട്. ആ സീനിൽ അവരുടെ ഒരു സ്വാഗ് എന്ന് പറഞ്ഞാൽ അത് കിടിലമായിരുന്നു. ജസ്റ്റ് എഫേർട്ട്ലെസ്ലി കൂളായിരുന്നു. ആക്ഷൻ സീക്വൻസും എല്ലാം നന്നായിട്ട് ക്യാപ്ചർ ചെയ്യും. ക്യാമറ മൂവ്മെൻറ്റ്സ് ഒക്കെ സൂപ്പറായിരുന്നു. അതിനൊരു ഫ്ലോ ആൻഡ് സ്മൂത്ത്നെസ് ഉണ്ടായിരുന്നു. അത് ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് ആക്ഷൻസ് ആണെങ്കിലും എല്ലാം നല്ല സൂപ്പറായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഗുഡ് ടു സീ ഇൻ സ്ക്രീൻ. അത് സിനിമ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി കിണ്ണം കച്ചി സിനിമയാണ്.
അടിപൊളി എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ പറയുള്ളൂ. എന്നാലാണ് നമുക്ക് അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാനും പറ്റുള്ളൂ. അത് തിയേറ്ററിൽ തന്നെ പോകണം. ഇൻ കേസ് എങ്ങനെയെങ്കിലും മിസ്സാവുകയാണെങ്കിൽ മാത്രമേ OTT കാണുള്ളൂ. അല്ലാത്തവരെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഇത് വാച്ച് ചെയ്യണം. കാരണം ഞാൻ ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ എനിക്കതൊരു മിസ്സായേനെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ ഞാൻ വിട്ടുപോയെന്ന് എനിക്ക് തോന്നിയത് ആ കുട്ടിയുടെ ക്യാരക്ടറാണ്. ആ ചൈൽഡ് ആർട്ടിസ്റ്റ് അവൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ട് നല്ലോണം അവൾ ശരിക്കും അത് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നണം, മാർഷൽ ആർട്സ് ഒക്കെ. അപ്പോൾ ശരി, എന്നാൽ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.